ലവ് സ്റ്റോറി പറയുന്നാല് കൊറേ കഷ്ടപ്പെട്ട് ഒമ്പിച്ചൊരു പോരാട്ടത്തോടെ നേടിയെടുത്തതാണ്. വെറുതായി പിന്നെ പ്രണയായി. ഹൃദയത്തിൽ എങ്ങനെ എത്തിച്ചേർന്നേ? ഹൃദയം കവർന്നു അല്ലേ? എന്താ സുഖാണ്. കൊറേ കാലം നിങ്ങളെ കാണണം 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 എങ്ങനെ സുഖാണ്. വണ്ടൂര് അയനിക്കോട് എന്നിട്ട് ആരൊക്കെ ഇവിടെ ഉള്ളത്? അപ്പോ ഇതാണ് നമ്മളെ ചങ്ക് സാലിനെ വല്ലാതെ തൊടാനൊന്നും പറ്റൂലെന്ന് തോന്നുന്നു. കാരണം കൈയൊക്കെ ആകെ എല്ലും ഇതൊക്കെ പൊട്ടുന്ന അസുഖമാണ്. ഇതിപ്പോ പിന്നെ ഈ നിങ്ങള് ജന്മന അങ്ങനെ തന്നെയല്ലേ സംഭവം? ജനിച്ചേക്ക് കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ നമ്മളെ എന്താണ് അറുമത്തിക്കോല് പൊട്ടണായിരിക്കേ ഇങ്ങനെ പൊട്ടൽ തുടങ്ങി. എന്തെങ്കിലും അവിടെ ഇവിടെ തട്ടുമ്പോഴൊക്കെ പൊട്ടോ. ഇപ്പൊ ഈ കയ്യും പൊട്ടിയില്ല. അപ്പൊ വണ്ടി മറ്റേ ഇലക്ട്രിക് വണ്ടി വന്ന് എന്താ സംഭവിച്ചത്? വീണതാണല്ലേ? അമ്മോനാണല്ലേ? സാലി ഇപ്പൊ അമ്മോന്റെ വീട്ടിലാണ്. അമ്മോന്റെ വീട്ടിലേക്ക് വിരുന്നതാണല്ലേ? ഞങ്ങള് വണ്ടൂരടുത്ത് അയനിക്കോട് എന്നറിയും. നമ്മളെ പെരിന്തൽമണ്ണ നിലമ്പൂർ റോഡിലാണ്. ഞങ്ങളിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ ബന്ധപ്പെടും, വാട്സപ്പിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യും. അതെ. അപ്പൊ ഞാൻ എല്ല് പൊട്ടുന്ന അസുഖാണ്. അപ്പൊ ജനിച്ച് കുറച്ച് കഴിഞ്ഞൊക്കെ പിന്നെ എല്ല് പൊട്ടുന്ന അസുഖം തുടങ്ങി. പിന്നെ അങ്ങനെ എന്താ കർമ്മത്തിക്കോൽ പൊട്ടണായിരിക്ക് ഇങ്ങനെ പൊട്ടിയുന്നില്ലേ. ഇവിടെ കയ്യിന്റെ മുട്ടാണ്. ഇവിടെ മുട്ടിന്റെ നേരക്കോ അടിക്കോ ഒക്കെ പൊട്ടുന്നതാണ്. ഇപ്പൊ ഇങ്ങനെ പൊട്ടുമ്പോ പിന്നെ നമ്മളെന്താ പിന്നെ ഇത് ഇടാൻ ബാൻഡേജോ പ്ലാസ്റ്ററോ അങ്ങനെ ഡോക്ടർമാര് എന്താ ചെയ്യത്? കാരണം സാധാരണ ബാൻഡേജ് ഇടാൻ കഴിയൂല. അപ്പൊ അടുത്ത സ്ഥലത്ത് പൊട്ടോ. ഞങ്ങള് വീട്ടിൽ പൊണ്ണ ബ്രസ്റ്റ് എടുക്കും. പിന്നെ ഈ സന്യായ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. നിങ്ങളവിടെ എന്താ പറയാറ്? സന്യായ നാടൻമുട്ടയുണ്ട്. നാടൻമുട്ട പിടിച്ചിട്ട് അതിന്റെ വെള്ളം കൂടി എടുത്തിട്ട് കലക്കിയിട്ട് അത് കയ്യുമ്പോ തേക്കും. അപ്പൊ ഒന്ന് എല്ല് പെട്ടെന്ന് ഉറക്കും. അങ്ങനെ ആക്കുമ്പോ അതൊക്കെ തേക്കലുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ കുറച്ച് കുറവുള്ളത്. ഇപ്പൊ കുറെ അതിന് പൊട്ടിയിട്ട് ഇപ്പൊ അടുത്ത് വീൽ ചെയർമെന്ന് വീണത്. ഇലക്ട്രിക്കൽ വീൽ ചെയർ കിട്ടിയില്ല. അപ്പൊ അതിമ എന്താ പോക്ക് പോയതേ പടിഞ്ഞേക്ക് റോട്ടിൽ കൂടി പോയേക്കേ. എക്സ്പീരിയൻസ് ആയിട്ടില്ല. ഒരു കല്ലുമ്മ തട്ടി മുന്നോട്ട് പൊന്തി ബാക്ക് കണ്ടു വീണ. അങ്ങനെ പൊന്തുമ്പോ ഒപ്പാരെങ്കിലും ഉണ്ടായിരുന്നോ പിടിച്ചിട്ട് കിട്ടിയില്ല. ബാക്ക് പെട്ടി അത് വെയിറ്റുണ്ട്. ചേരുമ്പോഴേ അത് വെയിറ്റുണ്ട്. അങ്ങനെ പൊട്ടിയതാണ്. പിന്നെ എന്താണ് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. യൂട്യൂബ് ചാനലൊക്കെ പ്രമോഷനും കാര്യങ്ങളൊക്കെ ആയി. എന്തായാലും ആകട്ടെ. ലോകപ്പായിട്ട് പ്രൊമോഷൻ കുറവായിരുന്നു. ഇപ്പൊ കൈ കൂടെ അതിന്റെ ദിവസം 3-4 പ്രൊമോഷൻ വന്നിട്ടുണ്ട്. പ്രൊമോഷൻ ഒക്കെ വരുന്നേ. പിന്നെന്താ നമ്മളെ വർത്താനം സുഖാണ്. എനിക്ക് 2 കുട്ടികളാണ്. 2 കുട്ടികള്. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇവിടെ LKG-യിലാണ്. വണ്ടൂരല്ല, അയനിക്കോട്. ഞങ്ങളെ സ്ഥലത്ത് കറക്റ്റ് പ്ലേസ് വണ്ടൂർക്ക് എത്തണ്ട. ഞങ്ങളവിടുന്ന് 6 കിലോമീറ്റർ ഉണ്ട് വണ്ടൂർക്ക്. നമ്മളെ പെരിന്തൽമണ്ണ നിലമ്പൂർ റോഡ് ഉണ്ടല്ലോ, അതിന്റെ സെന്ററാണ് ഞങ്ങളെ പ്ലേസ്. ഊട്ടി റോഡിന്റെ അതായത് പെരിന്തൽമണ്ണ സംസൂറിന്റെ അവിടെ പെരിന്തൽമണ്ണയാണ്. അവിടുന്ന് നമുക്ക് 20 കിലോമീറ്റർ പോകണം. പിന്നെ 20 കിലോമീറ്റർ പോകണം. ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. വണ്ടൂർ ആ ഭാഗത്തേക്ക് പിന്നെ ബാപ്പുവിന്റെ അയൽവാസിയാണ് നമ്മളെ. ചെറുകോടാണ് ഞങ്ങളെ ശരിക്കും അയനിക്കോടാണ്. ബാപ്പുവിന്റെ വീട്ടിൽ നിൽക്കണോ? തന്നെ എറിയാട് സ്കൂളില് വാപ്പുന്റെ പേര് ഞാൻ പറയുന്നത്. അപ്പൊ നേരെ അടുത്തും കൂടി ഓന് എന്തോ ഒരു മരുന്ന് വേണമെന്ന് തന്നെ, ഓയിൽമെന്റ് എന്തോ വേണമെന്നാണ് ഞാൻ നാള് താനടുത്താളെ ചെറുകോടൊരു പരിപാടി ഉണ്ടായി. എന്നൊക്കെ പോയി.
അതായത് ഞങ്ങളവിടെയാണ് ഞങ്ങളെ പിന്നെ സ്ഥലത്താണ് ബസ് ഇറങ്ങലൊക്കെ പോലെ വീട്ടിൽ അവിടെ വാപ്പയ്ക്ക് ഞങ്ങളതാണ് അങ്ങാടി എനിക്കൂടെ അറിയുന്ന സ്ഥലമാണ് പോലെ അങ്ങാടി എൻ്റെ വാപ്പയൊക്കെ നമ്മളോടൊക്കെ അറിയാം. ആ വാപ്പൂൻ്റെ വീട്ടിൽ വന്നിട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നാളെ അപ്പൊ എന്തുണ്ടെങ്കിലും അതേമാതിരി ഇപ്പൊ ഈ മൊബൈലിൽ റീചാർജ് ഞങ്ങൾക്ക് അവിടെ റീചാർജിന്റെ ഇതൊക്കെ ഉണ്ട് അപ്പൊ അതിനൊന്നും ഞാൻ ഇപ്പം വിളിക്കും വോയിസ് ആയിരിക്കും. ഇപ്പൊ അതേമാതിരി നമ്മളെ ഉസ്മാൻ അറിയാം വാണിയമ്പലത്തില് അറിയില്ല. ഉസ്മാന് വാപ്പുവിന്റെ ഒരു അംഗമാണ്. കരുവാരക്കുണ്ടല്ല, ഉസ്മാൻ കരുവാരക്കുണ്ടുണ്ട്. അത് പിന്നെ സ്കൂട്ടി ആയിട്ട് നടക്കണേ. ഇയാളും സ്കൂട്ടി ആയിട്ട് തന്നെ വാണിയമ്പലം. ഇപ്പൊ ദുബായിയാണ്. ദുബായി പോയി നാളെ ദുബായി പോയി വന്ന് വീണ്ടും പോയിക്കണം. ഓനൊക്കെ ഈ വാപ്പുവിന്റെ ചങ്കാണ്. നാളെ ഒരു ദിവസം ഓനേറ്റും പോയി അങ്ങോട്ട് പോയി. ഇനി പോകില്ല, ഇനി നേരെ തിരിച്ചു പോകും. കൂടി കണ്ടു കണ്ടാണ് പോയത്. കുറെ ദിവസത്തെ ആഗ്രഹം ഞാൻ എപ്പോഴും പറയും. ഇവിടെ കളിച്ചടി അതൊക്കെ ഇമ്മൂൻ്റെതാണ്. ഇമ്മൂന്റെ കളിക്കൊക്കെ കാരണം അല്ലേ? ഇവിടെ അല്ലേ കാരണം ഇവിടെ കുട്ടികളുണ്ട്. നമ്മളതിലൊക്കെ ഉണ്ട് പകല് വരെ പന്നിയാള് വരുന്നുണ്ട്. ഇമ്മൂസേ ഇങ്ങോട്ട് വാ, ഇവിടെ വാ. ഫോണ് ഇപ്പടെ കുട്ടി വായോ ഫോണ് ഇപ്പാന്റെ കുട്ടി കളിച്ചനെ കാണാലോ. ഇപ്പാന്റെ വെള്ളിയാഴ്ചത്തെ ഒരു വ്ളോഗിലല്ലേ നിങ്ങൾ കണ്ട്? വെള്ളിയാഴ്ചത്തെ ഒരു വ്ളോഗിലാണ് ഇന്ന് ചെയ്തതാണോ? ഞമ്മക്ക് ചായ കുടിച്ചാ ഇതാണ് നമ്മളെ സാലിന്റെ സിങ്കിടി. ഇമ്മൂസേ ടാറ്റ കാട്ട് വീഡിയോയില് ടാറ്റ കാട്ട് ഇല്ലേ? ചെരുപ്പിടാ പൂവിനൊരു കൊടുത്ത അങ്ങോട്ട് കേട്ടോ. നമ്മളെ സാലിന്റെ പുന്നാര പൂമോളാണല്ലേ? പുന്നാര പൂമോള് അല്ലേ? പുന്നാര പൂമോളല്ലേ? ടാറ്റ കൊടുത്താ. ആ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ സാലി അമ്മോൻ്റെ വീട്ടിലാണ്. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ വണ്ടി വന്നിരിക്കുന്നത്. ഓട്ടോറിക്ഷ വരുന്നുണ്ട്. പോകാൻ കുറേ ഞങ്ങളെ ഇടയ്ക്ക് വാട്സപ്പിൽ ഇങ്ങനെ ബന്ധപ്പെടും. അതൊക്കെ വന്നിട്ടുണ്ടോ? അങ്ങനെ വണ്ടി എല്ലാ റൂട്ടാണ്. നമ്മളെ ഒരു പുതിയ പാലം കഴിഞ്ഞിട്ട് വന്നു. നമ്മളതിൽ ഒരു മാസമായി ഓപ്പണായിട്ട് പാണ്ടിക്കാട് കഴിഞ്ഞിട്ട് വണ്ടൂരിൻ്റെ സെൻറ്ററിൽ ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി. ഞങ്ങൾ വിളിച്ചിട്ട് വളാഞ്ചേരി എത്തിയിട്ടാണ് വിളിച്ചത്. അപ്പം അങ്ങനെ പോകാൻ നിൽക്കുകയാണ്. ഞാൻ പോകുന്നുണ്ട്. എന്ത് എവിടെ താത്താൻ്റെ ചെരുപ്പേടെ അപ്പൊ നിങ്ങൾ പോവാണല്ലേ? ഇമ്മൂസ് മടിയിലിരുന്ന എടപ്പച്ചി ഇരിക്കണ ചിലപ്പോൾ പറ്റലുണ്ടാവില്ലേ? കാറിലാരാ പോരല്ലേ? അപ്പൊ കാറിലും കാറ് സ്പോൺസർ ചെയ്ത ആരാണ്? ഫ്ലൈവീൽ. നിങ്ങൾ പറഞ്ഞു. ഞാൻ അതിന്റെ മുമ്പത്തെ വീഡിയോ കണ്ടു. നിങ്ങൾ കാരണം കാറ് കിട്ടിയവർക്കുള്ള ആ വീഡിയോ കണ്ടു. വീഡിയോ കണ്ട് കുറച്ച് കഴിഞ്ഞ പിന്നെ കാറ് കിട്ടി.
അപ്പൊ സാലിയൊരു കാറ് സ്പോൺസർ ചെയ്തേക്കണേ പുത്തനത്താണി ഫ്ലൈ വീൽസ്. അതെന്താ പിന്നെ അലൈൻമെന്റ് പുറത്തുനിന്നൊക്കെ വണ്ടികൾ കൊടുത്തിട്ട് വിദേശ കാറുകളാണല്ലേ? ലാൻഡ് ക്രൂയിസർ, പജീറോ, പിന്നെ ബെൻസ്, BMW, അതൊക്കെ നല്ല വണ്ടികളുണ്ട് അവിടെ. ഇപ്പൊ പൃഥ്വിരാജ് ഉപയോഗിച്ച വണ്ടി ഉണ്ട് ഇപ്പൊ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫ്ലൈ വീല് പുത്തനത്താണി അല്ലേ? ഫ്ലൈ വീൽസ്. അപ്പൊ പൃഥ്വിരാജ് ഉപയോഗിച്ച വണ്ടി ഉണ്ട് അവിടെ, BMW. ഏതാണ്? ലംബോർഗിനി. അപ്പൊ ആരെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ പുത്തനത്താണി പോവുക. റേഞ്ച് റോവർ. അപ്പൊ എന്തായാലും വലിയ വലിയ നല്ല ആഡംബര കാറുകള്, വിദേശ നിർമ്മിത കാറുകള് ഉണ്ട്. പിന്നെ ഫ്ലൈ വീല് എന്താണ്? പിന്നെ ഫ്ലൈ വീൽസ് പുത്തനത്താണില്ലേ? ജെസ്സി പോയപ്പോ പിന്നെ സാലി എന്തൊക്കെയാ നിങ്ങളെ പിന്നെ എന്താ പറയാ നിങ്ങളെ ഫാമിലി ലൈഫൊക്കെ ഒന്ന് പറഞ്ഞാണ്. നിങ്ങളെ ലവ് സ്റ്റോറി ഒക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ലവ് സ്റ്റോറി പറയുന്നേ കൊറേ കഥ ഉണ്ടല്ലേ? എന്നാലും ചുരുക്കിങ്ങാണ്ട് നമ്മളെ ആൾക്കാർക്കൊക്കെ ഒന്ന് ചുരുക്കിങ്ങാണ്ടൊന്ന് വിവരിക്കും. അവളെന്നെ ഇഷ്ടപ്പെട്ട് വമ്പിച്ചൊരു പോരാട്ടത്തോടെ നേടിയെടുത്തതാണ്, ജീവിതത്തിലേക്ക് കയറി വന്നതാണ്. എന്നെ ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ പരിചയപ്പെട്ട് ഫോൺ വിളിച്ച് പരിചയപ്പെട്ട് ഫസ്റ്റ് സൗഹൃദമായി, പിന്നെ പ്രണയായി. അങ്ങനെയാണ്. എവിടെ വീട് എവിടെയാണ്? തൃശ്ശൂര് ചാവക്കാട്. അപ്പൊ മലപ്പുറം ചാവക്കാട് തൃശ്ശൂർ ജില്ലയായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ്. മലപ്പുറം ജില്ല തൃശ്ശൂർ എല്ലാം കൂടിയുള്ള ചെറിയൊരു ബന്ധായി. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ എന്നിട്ട് എങ്ങനെയുണ്ട് ഫാമിലി ലൈഫ് ഒക്കെ? എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ സന്തോഷമായി പോണേ. 3 വർഷം അവിടെ. കല്യാണം കഴിഞ്ഞ 3 വർഷം 2020. അപ്പൊ എത്ര കാലം പ്രണയിച്ചു? 9 മാസം. 9 മാസത്തെ പ്രണയത്തില്. അല്ലാഹ് മാഷാ അല്ലാഹ്. എവിടെയാണ് കുട്ടിയുടെ? ഇതൊക്കെയാണ്. ഇതാണ് സാലിന്റെ കുട്ടി. കുട്ടിക്ക് എത്രയായി ഇപ്പോ? 1 വയസ്സും 4 മാസവും. 1 വയസ്സും 4 മാസമായി. ഇതാണ് പിന്നെ സാലിന്റെ സഹധർമ്മിണി. എന്തൊക്കെ വർത്താനം? എങ്ങനെയുണ്ട് ഫാമിലി ലൈഫൊക്കെ? എന്തൊക്കെ നിങ്ങൾക്ക് പറയാല്ലേ? നിങ്ങളെ എങ്ങനെ ഇവിടെ എത്തിച്ചേർന്നേ? സാലിഹിന്റെ ഇവിടെ എന്ന് പറഞ്ഞാല് സാലിഹിന്റെ ഹൃദയത്തിൽ എങ്ങനെ എത്തിച്ചേർന്നേ? ഹൃദയം കവർന്നു അല്ലേ? എങ്ങനെയുണ്ട് ഇപ്പൊ എന്ത് തോന്നണേ? അവന്റെ ഇപ്പൊ എന്ത് തോന്നണേ? സന്തോഷാണ്. പടസംബരം ആയുസ് എത്ര തന്നേക്കണോ അതുവരെ നല്ല റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ രണ്ടാക്കും ഭാഗ്യം നൽകട്ടെ. അപ്പൊ ഞങ്ങൾ ഇറങ്ങാണ് എന്തായാലും. നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടികൾ ഒക്കെ വന്നിക്കണ്. അപ്പൊ നിങ്ങൾ ദുആ ചെയ്യും, നമുക്ക് വേണ്ടിട്ടൊക്കെ ദുആ ചെയ്യും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എടുക്കാനേക്കണം താഴത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പ് ആകുമ്പോഴേ അത് പ്രശ്നമാകും, കംപ്ലൈന്റ് വരൂടാ, ഡിസ്പ്ലേക്ക് വിഷയം വരും. ആ വാണി ജസ്റ്റിന്റെ മടി അപ്പൊ സാലിന്റെ പേരേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ അമ്മോന്റെ പേരേക്ക് വിരുന്നാണ്. ഇന്നലെ വന്നാണ്. അപ്പൊ വിരുന്നൊക്കെ കഴിഞ്ഞ് വമ്പം വിരുന്നൊക്കെ കഴിഞ്ഞാണ്ട് പേരേക്ക് പോവുകയാണ്. ഓട്ടോറിക്ഷയിലാണ്, നമ്മളെ പാവങ്ങളുടെ ഇന്നോവയിലാണ് പോണത്. എന്തായാലും
സ്വന്തം വണ്ടിയൊക്കെ പെരിയിൽ നിർത്തിട്ടുങ്ങാണ്ട് ഏറ്റവും ഇഷ്ടം ഓട്ടോറിക്ഷയാണ്. ഓട്ടോറിക്ഷ തന്നെ നല്ലത്. കാറിൽ കയറിയാലോ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞാൽ ഞാൻ ഓട്ടോറിക്ഷയിൽ ഒരു എത്ര കൊല്ലം ഓട്ടോറിക്ഷ പണി എടുത്തിക്കണേ, കുറെ കാലം എടുത്തിക്കണേ, ഒരു 5-8 കൊല്ലം ഞാൻ ഓട്ടോറിക്ഷ പണി എടുത്തിക്കണേ. കാറിൽ കിടന്നാലേ പുറലോകം കാണൂല. ഏത് പൈസക്കാരനും പാവപ്പെട്ടവനും ഒരേമാതിരി കാണുന്ന ഒരു വണ്ടിയാണ് ഓട്ടോറിക്ഷ പറയുന്നത്. കാറിൽ കിടന്നാലേ പുറലോകം കാണൂല. അതെ അതെ. പക്ഷെ ഓട്ടോറിക്ഷയിൽ ഇരുന്നാല് പുറത്തൊക്കെ കണ്ടെങ്കിൽ യാത്ര ആസ്വദിച്ച് പോവാം. അത് ശരിയാണ്. പക്ഷെ കാറിന് മഴ ആവുമ്പോ ഓട്ടോറിക്ഷക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം അങ്ങനെ പിന്നെ ശരിക്കും കാർ അടച്ചുറപ്പ്, പിന്നെ നമുക്ക് ദൂരം യാത്രകളൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ അടച്ചുറപ്പില്ലാത്ത വണ്ടിയാണല്ലോ, അങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്നാ പോട്ടെട്ടാ. അപ്പൊ എന്നായിക്കോട്ടെ, എന്നാ ഒരു വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ പോയി, ഞങ്ങൾ ഈ വണ്ടി ഫോൺ എടുത്തോളിട്ടോ. ഫോണ് ആ വൈകിട്ട് വരുന്നുണ്ട്. എന്റെ നമ്പർ സാധിച്ചിട്ടുണ്ട്. ഓക്കെ. എന്നാ പോട്ടെട്ടാ. പിന്നെ എന്തായാലും പറയാം, എന്തായാലും വേണം കേട്ടോ. എന്നാ കാണാം. എന്നായിക്കോട്ടെ.